നമസ്കാരം. നമസ്തേ. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വല്ലാണ്ട് മുഴങ്ങി കേൾക്കുന്ന ഒന്നാണ് ദ എന്താ പറയുക മുഖ്യമന്ത്രി നിലവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ദ തൂഫാൻ എന്ന് പറയുന്ന നാർക്കോ ഹണ്ടിക് എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം. പക്ഷേ ഇതൊക്കെ വരുമ്പോഴും അതിനുള്ളിൽ വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ സോഴ്സ് എല്ലാം എവിടെ നിന്നാണ് എന്നുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഇതനുസരിച്ച് എങ്ങാണ്ട് ഇതിൻ്റെ സോഴ്സ് എല്ലാം ചൈനയിൽ നിന്നാണ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, US ആണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഡ്രഗിൻ്റെ മാഫിയയുടെ ഹോബീസ് എല്ലാം വരുന്നത് ഈ പറഞ്ഞ പോലെ ചൈനയിൽ നിന്നാണ് എന്നുള്ള തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൈനയിലും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണം മുമ്പോട്ട് പോകുന്നതാണ്. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ 2026 വരെ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇത് എന്തെങ്കിലും അന്തർലീനുണ്ടോ? അതോ വെറുതെ ഒരു ട്രോള് പോലെ പറയുന്ന ഒന്ന് മാത്രമാണോ? യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ചൈനയാണോ? തീർച്ചയായിട്ടും അത് നിസ്സാരമായിട്ടുള്ള ഒരു ആരോപണമല്ല അമേരിക്ക ഉന്നയിക്കുന്നത്. ഈ രാസലഹരിയുടെ ഉറവിടം ചൈനയാണെന്നും രാസലഹരിയുടെ വ്യാപാരം പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയും സൗത്ത് ഏഷ്യയും അടങ്ങുന്ന പ്രദേശത്ത് ചൈനയാണ് നിയന്ത്രിക്കുന്നതെന്നും അമേരിക്ക അത് വളരെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണമാണ്. തെളിവ് സഹിതമാണ് അമേരിക്ക അത് പറയുന്നത്. രണ്ട് രാസലഹരികൾ, സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ചൈനയിൽ നിന്നും ലോകത്തെമ്പാടും വിതരണം ചെയ്യുന്നത്. ഒന്ന് മെത്തെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ MDMA എന്ന് പറയുന്ന സാധനം. പിന്നീട് അതുകൂടാതെ ഫെന്റാനൈൽ എന്ന മറ്റൊരു രാസലഹരി. എനിക്ക് തോന്നുന്നു ഫെന്റാനൈൽ കേരളത്തിൽ അങ്ങനെ പിടിക്കുന്നതായിട്ട് കേൾക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇന്ന് വ്യാപകമായിട്ടുള്ളത് ഈ MDMAയും അതുപോലെ സിന്തറ്റിക് ഗഞ്ചാവ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ ഈ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നത് ഈ പറയുന്ന ഫെന്റാനൈൽ എന്ന് പറയുന്ന ലഹരി വസ്തുവാണ്. ഈ അമേരിക്കയുടെ ആരോപണം തെക്കേ ഇന്ത്യയിൽ നിന്നാണ്. തെക്കേ ഇന്ത്യ ഇതിന്റെ ഒരു ഹബ്ബാണെന്നാണ്. അതായത് കേരളവും കർണാടകവും കേരളവും തമിഴ്നാടും അടങ്ങുന്ന പ്രദേശം ഇതിന്റെ ഒരു ഹബ്ബാണെന്നാണ്. നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു. ലോകത്ത് മയക്കുമരുന്ന് ഉൽപാദനം കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മയക്കുമരുന്ന് ഉൽപാദന കേന്ദ്രങ്ങൾ, ഒന്ന് ഗോൾഡൻ ക്രസന്റ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ അടങ്ങുന്ന പ്രദേശവും, മറ്റൊന്ന് ഗോൾഡൻ ട്രയാങ്കിൾ, മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ ഒക്കെ അടങ്ങുന്ന പ്രദേശം. ഇതിൽ ഗോൾഡൻ ട്രയാങ്കിള് ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈന ലോകത്തിലെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ മയക്കുമരുന്ന്. പണ്ട് ബ്രിട്ടീഷുകാര് ചൈനയ്ക്ക് നേരെ അത് പ്രയോഗിച്ചിരുന്നു. ഓപ്പിയം വാറൊക്കെ ചൈനയിലുണ്ടായി. അപ്പൊ ചൈനയ്ക്ക് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ചൈന തിരിച്ച് ലോകത്തിന് നേരെ പ്രയോഗിക്കുന്നതാണ്. ഇപ്പൊ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചൈനീസ് അധോലോക സംഘത്തെക്കുറിച്ചൊക്കെ കൃത്യമായ പേരും വ്യക്തതയുമുണ്ട്. സാംഗോർ എന്ന ഒരു അധോലോക സംഘടനയുണ്ട്. അവരാണ് ഈ ചൈനയിലെ ഏറ്റവും വലിയ ഡ്രഗ് സിൻഡിക്കേറ്റ്. ശരിക്കും സാംഗോറിനാണ് ദ കമ്പനി എന്ന് പറയുന്നത്. നമ്മൾ പലരും ദാവൂദ് ഇബ്രാഹിമിന്റെ ഗാങ്ങിന് ഡി കമ്പനി എന്നൊക്കെ കൊടുക്കും. ദാവൂദ് ഇബ്രാഹിമിന്റെ ഗാങ് ഒന്നും ചൈനയുടെ സാംഗോറിനെ അപേക്ഷിച്ച് ഒന്നുമല്ല. കാരണം സാംഗോറിന്റെ വേരുകളും അതുപോലെ തന്നെ സാംഗോറിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള അണികളും അവർക്ക് മുമ്പിൽ ലോകത്ത് ഇവിടെ വല്ല സൗത്ത് അമേരിക്കൻ അതായത് ദക്ഷിണ അമേരിക്കയിലെ ഈ ഡ്രഗ് മാഫിയകൾ ഒഴിച്ച് ബാക്കി ആരും ഒന്നുമല്ല. അപ്പോ ദാവൂദ് ഇബ്രാഹിമിന്റെ കമ്പനി. എല്ലാ തമ്പ്രാക്കന്മാരും തമ്പ്രാനല്ല. ആഴുവാഞ്ചേരി തമ്പ്രാനാണ് തമ്പ്രാൻ എന്ന് പണ്ട് പറഞ്ഞ പോലാണ് എല്ലാ കമ്പനിയും കമ്പനിയല്ല. ചൈനീസ് കമ്പനിയാണ് കമ്പനി. ആ കമ്പനിയാണ് അത് ചൈനീസ് ട്രയാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ചൈനയുടെ 3 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഏറ്റവും ശക്തമാണ് ഞാൻ ഈ പറഞ്ഞ സാംഗോർ അഥവാ ദ കമ്പനി. അത് കഴിഞ്ഞാൽ പിന്നെ ബാംബു സൊസൈറ്റി എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ 3ാമത് ഒരെണ്ണമുണ്ട്, അതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പുകളാണ് മയക്കുമരുന്നിന്റെ വ്യാപാരം ദക്ഷിണേഷ്യയിലും അതുപോലെ ദക്ഷിണ പൂർവേഷ്യയിലും നിയന്ത്രിക്കുന്നത്. ഇവിടെയാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒരു പ്രസക്തി. ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഒരു കാരണവശാലും ഈ മയക്കുമരുന്ന് വ്യാപാരം നടക്കില്ല.
നമുക്കറിയാം കേരളത്തിലെ ഈ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചൂതാട്ട കേന്ദ്രങ്ങളും അതുപോലെ മറ്റു പല അധോലോക ബിസിനസ്സുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരെയും വിളിച്ചിട്ട് ഫോണിൽ കൂടി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പൈസ തട്ടുന്ന ഏർപ്പാടുണ്ടല്ലോ. അത് അത്തരം കമ്പനികൾ, അത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത്തരം അധോലോക കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത് തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും അതിർത്തിയില്. പിന്നെ മ്യാൻമാറിന്റെ ഭരണകൂടത്തിന്റെ പിടിയെത്താത്ത ഇന്ത്യ മ്യാൻമാർ അതിർത്തി, ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന ചൈനയുടെ കമ്പനിയാണ്, സാൻഗോർ ആണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തായ്ലൻഡും അതുപോലെ കാംബോഡിയയും തമ്മിൽ ഒരു ചെറിയ യുദ്ധമുണ്ടായി. അത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അത് ഈ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള പ്രിയവിഹാർ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി കാംബോഡിയയുടെ മണ്ണിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഉടമസ്ഥാവകാശം പലപ്പോഴും തായ്ലൻഡ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് പൊതുവെ പുറത്തുള്ള ഒരു ധാരണ. പക്ഷെ അതൊരു മറ മാത്രമാണ്. യഥാർത്ഥത്തിൽ തായ്ലൻഡിനോട് ചേർന്ന് കിടക്കുന്ന കാംബോഡിയയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി ഈ സാംഗോർ കമ്പനിയുടെ ഓഫീസുകൾ, അവിടെയാണ് ഈ അധോലോകത്തിന്റെ പല ഇടപാടുകളും നടക്കുന്നത്. അവിടെയാണ് ഇന്റർനെറ്റിലൂടെയുള്ള പല തട്ടിപ്പുകളുടെയും കേന്ദ്രം. ഇത് തായ്ലൻഡിന് ബുദ്ധിമുട്ടായപ്പോഴാണ് തായ്ലൻഡ് ഈ പ്രദേശത്ത് ആക്രമണം നടത്തിയത്. അങ്ങനെയാണ് പല തെക്കുകിഴക്കൻ ഏഷ്യയിലെ പല ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും വന്ന വാർത്ത. അപ്പൊ നമ്മൾ കാണുന്ന പുറത്തെ സംഘർഷത്തിന് പിറകിൽ യഥാർത്ഥ സംഘർഷത്തിന്റെ കാരണങ്ങളുണ്ട്. ഇവിടെയാണ് നമുക്ക് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കള്, പ്രത്യേകിച്ച് CPM നേതാക്കന്മാരുടെ മക്കള്, അത് പിണറായി വിജയനെ മാത്രമല്ല ഞാൻ പറയുന്നത്, പലർക്കും ഈ നിരന്തരം ഹോങ്കോങ്ങിലും മക്കാവുലും ഒക്കെ പോയി കറങ്ങുന്ന ആൾക്കാരുണ്ട്, തായ്ലൻഡിലും ഒക്കെ. അപ്പോ ഇതെന്തിനാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കതിന് തെളിവൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് വെറുതെ ഒരു ഉല്ലാസത്തിന് വേണ്ടി പോകുന്നതോ ചൂതാട്ടത്തിന് വേണ്ടി പോകുന്നതോ ഒന്നും അല്ല. അതിനപ്പുറം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സാംഗോർ അറിയാതെ, കമ്പനി അറിയാതെ ഒരു രാഷ്ട്രീയ നേതാവിനും അവിടെ നിന്ന് ചെന്നിട്ട് തിരിച്ചു പോരാൻ പറ്റില്ല. അപ്പോ ഇത്തരം സന്ദർശനങ്ങളെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായിട്ടും ബന്ധപ്പെടുത്തി ഈ ആരോപണം വന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കുടുംബമാണ് സാന്റിയാഗോ മാർട്ടിന്റെ കുടുംബം. ഈ സാന്റിയാഗോ മാർട്ടിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പല മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്ത, ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡില് ഇദ്ദേഹത്തിന്റെ അളിയനായിട്ടുള്ള ഫിലിപ്പ് ബ്രിട്ടോയുടെ പേര് അതുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിരുന്നു. അപ്പോ ഒരു 450 കോടിയിലധികം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പണം ആ പണം ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള ഒരു ആരോപണത്തെ തുടർന്നാണ് ED ഈ കഴിഞ്ഞ മെയ് 26-ന് ചെന്നൈയിലും മധുരയിലുമുള്ള നിരവധി കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തു. അപ്പോൾ ഈ റെയ്ഡിന് ശേഷം പല മാധ്യമങ്ങളിലും ഇങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. പക്ഷേ ഇവരുടെ സാന്റിയാഗോ മാർട്ടിൻ കുടുംബം പറയുന്ന അത് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ നിമ റോസിന്റെ സഹോദരനല്ല ഈ ബ്രിട്ടോ, അത് വേറൊരു ബ്രിട്ടോയാണ് എന്ന് പറഞ്ഞ അവര് നിഷേധക്കുറിപ്പ് ഇറക്കിയിരുന്നു. പക്ഷെ വീണ്ടും ആക്ഷേപങ്ങൾ വന്നത് അത് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു വ്യാജനെ കണ്ടെത്തിയതാണെന്നും ഒക്കെയുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. നമുക്കിതിലെ വസ്തുതകൾ അറിയാൻ വയ്യ. പക്ഷെ സാന്റിയാഗോ മാർട്ടിൻ കുടുംബം കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങളിൽ പെട്ടിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ദേശാഭിമാനി പണ്ട് 2 കോടി രൂപ സ്വീകരിച്ചത് തുടർന്ന് കേരളത്തിൽ വലിയ വിവാദം ഉണ്ടായ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് സാന്റിയാഗോ മാർട്ടിന് വേണ്ടി കേരള ഹൈക്കോടതിയിലെ ഹാജരായത് പിണറായി വിജയന്റെ വക്കീലും മുൻ അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ആയിരുന്ന MK ദാമോദരനാണ്. പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ് മുഴുവൻ വാദിച്ചിരുന്നത് അദ്ദേഹമാണ്, പരേതനായ അദ്ദേഹം. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ആയതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പരാമർശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ മെയ് 26-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വലിയ ഒരു റെയ്ഡും അതിനു മുമ്പ് മയക്കുമരുന്നിന്റെ പിടിച്ചെടുത്തതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ED പറയുന്നത്, ഈ
മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട പണം കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ഹവാല റാക്കറ്റ്, കുഴൽപ്പണ ശൃംഖല തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന്. ഇവിടെ തമിഴ്നാട്ടില് ഈ ഇപ്പോ അറസ്റ്റ് അല്ലെങ്കിൽ കേസെടുക്കപ്പെട്ട പി ബ്രിട്ടോ നിമയുടെ സഹോദരനാവാം, അല്ലായിരിക്കാം. ചിലപ്പം മാധ്യമങ്ങള് അവരുടെ ശത്രുക്കള് തെറ്റായിട്ട് ബ്രിട്ടോയുടെ പേര് ഉൾപ്പെടുത്തിയതാവാം. പക്ഷെ എന്നാലും ബ്രിട്ടോയും നിരവധി കേസുകളിൽ പ്രതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ നിരവധി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ പ്രതിയാണെന്നും ഇവർക്കെതിരെയൊക്കെ നിരവധി ആരോപണങ്ങളുണ്ടെന്നും ഇവരെല്ലാം തന്നെ ഇപ്പോഴും ജാമ്യത്തിൽ, കോടതിയുടെ ജാമ്യത്തിലാണ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതെന്നും ഒക്കെ കണ്ടുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരാണ് ഇതുവരെ പൂർണ്ണമായിട്ടും കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുടുംബത്തിനെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള വീഡിയോകൾ ഇന്നും യൂട്യൂബിലുണ്ട്. എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിന്നും അതൊന്നും നീക്കം ചെയ്യപ്പെടാതിരുന്നത്? അപ്പൊ അതും ഒരു ഗൗരവമായ ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണകക്ഷികൾ കേരളത്തിലും തമിഴ്നാട്ടിലും പലപ്പോഴും ഭരണകൂടവും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് ഈ കള്ളക്കടത്ത്, അതായത് മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ വരുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ നമ്മളെപ്പോലെ സാധാരണക്കാരൻ ഇത്തരം ആരോപണങ്ങൾ കേൾക്കുകയും മാധ്യമങ്ങളിൽ കൂടെ അത് അറിയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിഷേധിക്കാനല്ല തോന്നുന്നത്. കാരണം അങ്ങനെ സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പശ്ചാത്തലമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പൊ അതായത് ഈ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ ലിങ്ക്സ് ഓഫ് ദ അലൈസ്ഡ് പേഴ്സൺസ് വിത്ത് വേരിയസ് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ്, ദ കോമൺ മാൻ ഈസ് ആക്ച്വലി ഫോഴ്സ് ടു ഡൗട്ട് ദീസ് പീപ്പിൾ. അങ്ങനെ ഒരു സംഭവം ഇതിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇതൊരു വല്ലാത്ത പ്രഹേളികയാണ്, ഒരു ചോദ്യമാണ്. ഇനി മറ്റൊരു വിഷയം, LTTEക്ക് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം പല രീതിയിൽ പല കേസുകളിലും അവരെ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ LTTEയുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ തമിഴ്നാട്ടിലുണ്ട്. ആ നേതാക്കന്മാർ പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൈസയും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ചങ്ങല പോകും. ഇപ്പൊ LTTE തമിഴ്നാട് രാഷ്ട്രീയം, ആ തമിഴ്നാട് രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും ഡൊണേഷൻ വാങ്ങുന്ന കേരളത്തിലെ ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പം ഈ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾ 10 കോടി രൂപ ഡൊണേഷൻ തന്നാൽ, കേരളത്തിലെ ഒരു CPM-ന് 10 കോടി രൂപ ഡൊണേഷൻ കൊടുത്തു വന്നിരിക്കട്ടെ. ആ ഡൊണേഷൻ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റു ചില അധോലോക സംഘങ്ങൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്ക് അവരെ എതിർക്കാൻ പറ്റും. കാരണം അവരിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വല്ലാത്തൊരു രാവണൻ കോട്ടയാണ്, വല്ലാത്തൊരു വെബാണ്. ആ വെബില് നമ്മൾ ഒരിക്കൽ കുരുങ്ങിക്കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ച് വലിയ രീതിയിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്നാണ് അമേരിക്കൻ ഏജൻസികൾ ആരോപിക്കുന്നത്. ഇപ്പോ ഈ തമിഴ്നാട്ടിൽ മെയ്യിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടുപിടിച്ച മയക്കുമരുന്ന് ഇടപാടിലെ മുഖ്യപ്രതിയായ അല്ലെങ്കിൽ സൂത്രധാരനായ പി ബ്രിട്ടോ, അയാളുടെ പ്രവർത്തന ശൈലി ഈ ബോട്ട് ഓണർമാരെയും മത്സ്യത്തൊഴിലാളികളെയും സ്വാധീനിച്ച് അവരുടെ കൈവശം ഈ മയക്കുമരുന്ന് കൊടുത്തുവിടുകയും കടലിൽ വെച്ച് ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയാണെന്നാണ്. അതായത് ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് പോർട്ടിൽ വെച്ചല്ല ഇത് കൈമാറ്റം ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നതോ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്ക വഴി പുറത്തേക്ക് പോകുന്നതോ മയക്കുമരുന്ന് മത്സ്യബന്ധന ബോട്ടുകളിൽ കയറ്റി വിട്ടിട്ട് അത് നടുക്കടലിൽ വെച്ചാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ഒരു എത്രമാത്രം ശക്തമാണ് ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ വേരുകൾ എന്നുള്ളത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രവൃത്തിയിലൂടെ ചൈന ഉദ്ദേശിക്കുന്നത്. ചൈനയ്ക്ക് നേരിട്ട് ഇന്ത്യയുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. ചൈനയ്ക്ക് നേരിട്ട് അമേരിക്കയുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല. പകരം ഒരു മയക്കുമരുന്ന് യുദ്ധം ആണ് ചൈന ഇവർക്ക് നേരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യബന്ധന യാനങ്ങളും മത്സ്യത്തൊഴിലാളികളും വഴി ആണ് ഇപ്പോ ഈ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത്.
ഇത് സമുദ്രത്തിൽ വെച്ച് തന്നെയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലാതെ തുറമുഖങ്ങളിൽ വെച്ചല്ല. അപ്പോ ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു സത്യം, അല്ലെങ്കിൽ ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു പുതിയ യാഥാർത്ഥ്യം, ഈ ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന മയക്കുമരുന്ന് കള്ളക്കടത്ത് അത് കടൽ വഴിയുള്ളതാണ്. ആ കടൽ വഴിയുള്ള കള്ളക്കടത്താണ്, കടൽ വഴിയുള്ള മത്സ്യബന്ധന ബോട്ടുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ഈ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നത്. ശ്രീലങ്കയും തമിഴ്നാടുമായിട്ടും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും ഒക്കെ ഈ രീതിയിൽ മയക്കുമരുന്ന് എത്തുന്നുണ്ട്. അപ്പോ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ കേരളത്തിലേക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ത്രൂ മാത്രമല്ല മ്യാൻമാറിൽ നിന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ മയക്കുമരുന്ന് എത്തുന്നത്. അത് ബംഗാൾ ഉൾക്കടലിലൂടെ മത്സ്യബന്ധന ബോട്ടുകളും ഒക്കെ വഴി തമിഴ്നാട് തീരത്ത്, തമിഴ്നാടിന്റെ തീരക്കടലിൽ എത്തിയിട്ട് അവിടെ നിന്നും മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യുന്നു. അവർ ത്രൂ പലയിടത്തും ഇത് എത്തുന്നുണ്ടാവും. എന്തായാലും ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ നമ്മൾ എടുത്ത് നോക്കിയാല് ഈ കഴിഞ്ഞ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ചില രാഷ്ട്രീയ പാർട്ടികള് ഫിഷറീസ് വകുപ്പ് വേണം, അല്ലെങ്കിൽ തുറമുഖ വകുപ്പ് വേണം എന്നൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ അതിന്റെ പിന്നില് വളരെ ലളിതമായിട്ട് ഞങ്ങൾക്ക് ഈ വകുപ്പ് വേണം, ഈ തൊഴിലാളികളെ സംരക്ഷിക്കണം, അതൊന്നും മാത്രമല്ല അതിന്റെ പിന്നിലുള്ളത്. അതിന്റെ പിന്നിൽ ഈ മത്സ്യബന്ധന മേഖലയുടെ നിയന്ത്രണം അല്ലെങ്കിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണം ആഗ്രഹിക്കുന്ന ആൾക്കാര്, അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് അനധികൃത വ്യാപാരങ്ങളുമായിട്ടും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ടും ഒക്കെ അവർക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങൾ അവർക്കുണ്ട് എന്നുള്ള ആരോപണം പ്രഥമ ദൃഷ്ട്യാ അത് നിഷേധിക്കാനായിട്ട് വസ്തുതകളൊന്നും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാല് ഈ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയത്തില് ഈ മയക്കുമരുന്ന് ലോബിയുടെ ഒരു പിടി അത് അതീവ ശക്തമായ പിടിയാണ് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ മയക്കുമരുന്ന് ലോബിക്കുള്ളത്. പഞ്ചാബിന്റെ രാഷ്ട്രീയത്തിൽ മയക്കുമരുന്ന് ലോബിക്ക് വലിയ സ്വാധീനമാണ്. ശരിക്കും ഒരിക്കൽ രാഹുൽ ഗാന്ധി പഞ്ചാബിൽ എത്തിയപ്പോൾ അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തി. പഞ്ചാബിലെ യുവതലമുറയിൽ പകുതിയും വെള്ളമടിച്ചാലേ മയക്കുമരുന്നിന് അടിമകളാണെന്ന ഒരു പ്രസ്താവന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തി. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി പഞ്ചാബില്. പക്ഷെ ആ പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു. അതിന്റെ കാരണത്തിൽ ചിലപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ടാവാം. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഇത്തരം ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം സാന്റിയാഗോ മാർട്ടിന്റെ ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാന്റിയാഗോ മാർട്ടിൻ കുടുംബം ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുക. അവർക്ക് പോണ്ടിച്ചേരിയിൽ അവർക്ക് BJP ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നീട് ഇപ്പൊ തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയിലെ PWD മന്ത്രിയാണ് സാന്റിയാഗോ മാർട്ടിന്റെ മകൾ ഡെയ്സിയുടെ ഭർത്താവ് ആദവ് അർജുൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. ആദവ് അർജുൻ അദ്ദേഹമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ മന്ത്രിയാണ് ഇപ്പോഴ്. സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യ തമിഴ്നാട്ടിലെ ഒരു MLA ആണ്. അങ്ങനെ നിരവധി അവർക്ക് കുടുംബം തന്നെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമായി. പണ്ടൊക്കെ അവർ രാഷ്ട്രീയക്കാരെ കാശ് കൊടുത്ത് അവരെ സ്വാധീനിക്കാതെ, ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. കുടുംബം തന്നെ രാഷ്ട്രീയത്തിലുണ്ട്, സ്വന്തം പാർട്ടികളും ഒക്കെ അവർ പലരും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഞാൻ പറഞ്ഞു വന്ന അതാണ്. നമുക്ക് ഇവരൊക്കെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടോ എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല, കാരണം എനിക്ക് തെളിവില്ല. പക്ഷെ എങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങള് PMLA ആക്ട് പ്രകാരം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ ED നടത്തി എടുത്തിരിക്കുന്ന കേസുകൾ, ഇതൊക്കെ തന്നെ വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ദക്ഷിണേന്ത്യയെ വിഭജിക്കാനും ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനും ഒക്കെയുള്ള ചില പദ്ധതികളിലും ഇത്തരം ഗ്രൂപ്പുകളുടെ ഫണ്ടിങ് ഉണ്ട് എന്ന് സംശയിക്കുന്നതിൽ ന്യായമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് രാജ്യത്തെ യുവജനതയെ നശിപ്പിക്കുക മാത്രമല്ല, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും രണ്ട് രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ മയക്കുമരുന്ന് ലോബി നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഈ ഒരു ലോബിയുടെ നട്ടൽ ഒടിക്കുമെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇന്നലെ തന്നെ പല വാർത്തകളും അത്ര ശുഭസൂചകമല്ല. കോട്ടയത്ത് പോലീസ് നാടകം നടത്തി എന്ന് വരെ ഒരു ആക്ഷേപം ഇന്നത്തെ മാധ്യമ വാർത്തകൾ ഞാൻ പലയിടത്തും വായിച്ചു. ആവശ്യമില്ലാത്ത ഒരു ചേസ് നടത്തിയിട്ട് മയക്കുമരുന്ന് കച്ചവടക്കാരിലെ അതായത് അതിന്റെ സൂത്രധാരന്മാരെ തൊടാതെ താഴെത്തട്ടിലുള്ള കണ്ണികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ശരി, ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിന് പൂർണ്ണമായിട്ടും ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പഴുതുകളൊക്കെ അടച്ച്
പിന്നെ ആവശ്യമില്ലാതെ ആൾക്കാരെ ഉപദ്രവിക്കാതെയും എന്നാൽ കൃത്യമായിട്ടും ഉള്ള സൂത്രധാരന്മാരെ വലയിൽ വീഴ്ത്തിയും ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ നട്ടലൊടിക്കാൻ കേരള പോലീസിന് കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് എക്കാലവും അദ്ദേഹത്തിന്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവലായിട്ട് തന്നെ ഈ ഓപ്പറേഷൻ മാറും. പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് പിന്നെ അതിന്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിന്റെ ചുമലിൽ വരും. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ തിരിച്ചടിയായിട്ട് അത് മാറുകയും ചെയ്യും. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.